എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. അതായത് ഒരു ചെറിയ പൊട്ട് വീഴുമ്പോൾ തന്നെ ആ ഡ്രസ്സിലൊക്കെ ഒരു ചെറിയ വിള്ളൽ വീഴുമ്പോൾ തന്നെ അത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു കീറിൽ നിന്ന് ആ ഡ്രസ്സിനെ നമുക്ക് രക്ഷിക്കാം. കേട്ടിട്ടില്ലേ നിങ്ങൾ? എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ സദാ സന്തോഷമായിട്ടിരിക്കേണ്ട, ഹാപ്പിനെസ്സിലിരിക്കേണ്ട കുറേ വൈബ്രേഷണൽ ബീയിങ് ആണ്. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നർ കോറിൽ നമ്മൾ ആരാണോ, നമ്മുടെ ആത്മാവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആ സന്തോഷത്തിൽ നിന്ന് വിട്ട് മാനുഷികമായ തലത്തിലുള്ള സങ്കടങ്ങളും നിരാശകളും അതിങ്ങനെ പെരുകി പെരുകി വരുമ്പോൾ അത് കൂടുന്തോറും, ഈ സങ്കടങ്ങൾ കൂടുന്തോറും നമ്മൾ നമ്മുടെ ഇന്നർ ബീയിങ്ങിൽ നിന്ന് അകന്ന് പോകണം. നമ്മൾ ആരാണോ, സത്യത്തിൽ നമ്മൾ ആരാണോ അതിൽ നിന്ന് നമ്മൾ അകന്ന് വെറും മനുഷ്യനായി താഴേക്ക് ആ ഫ്രീക്വൻസിയൊക്കെ താഴ്ന്ന് നമ്മൾ പോകണം. ഇത് കൺസിസ്റ്റൻ്റായിട്ട് സംഭവിക്കുമ്പോൾ, അതായത് നമ്മുടെ വൈബ്രേഷണൽ തലം സ്ഥിരമായി താഴ്ന്ന് പോകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത്. ഈ അസുഖങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതല്ല. അത് സ്ഥിരമായി വർഷങ്ങളോളം നമ്മൾ നെഗറ്റിവിറ്റിയിലൂടെ പോയി, നമ്മുടെ ചിന്തകളിലൂടെ ഇമോഷനിലൂടെ നെഗറ്റിവിറ്റി കടന്നു കൊടുത്ത് ഒരിക്കലും അത് അസുഖമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ആപത്തായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തണം. ചെറിയ രീതിയിലെങ്കിലും നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ പിടിവിട്ട് പോകുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു വരാൻ, ചെറിയ രീതിയിൽ പോയി സംഭവിക്കുമ്പോൾ പോലും തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണിക്കണം. അതിനെയാണ് എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്നുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് സന്തോഷിച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല. എന്ത് സാഹചര്യം ആയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ലെവലിൽ നമ്മളിങ്ങനെ താഴേക്ക് പോയാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും. അത് ഓവറാൾ ഒരു വെൽബീയിങ്ങിനെ, നമ്മൾ പൊതുവെയുള്ള ഒരു സമാധാനത്തിനെ ബാധിക്കും. അപ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ സമാധാനം കളയുന്ന നെഗറ്റീവ് ചിന്തകൾ എന്തായാലും എന്തിനെ പറ്റിയായാലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പതുക്കെ എങ്ങനെയാണോ നിങ്ങൾ അങ്ങോട്ട് പോയത് അതുപോലെ തിരിച്ച് ആ സമാധാനത്തിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ വി ആർ ഇൻ ഡേഞ്ചർ സോൺ, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് അപകടമായ ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടൊന്നും ചിന്തിച്ച് വിഷമിക്കില്ല, ഒരുപാടൊന്നും നെഗറ്റീവ് ഇമോഷൻസ് കൊടുത്ത് തല അസ്വസ്ഥമാക്കില്ല. അപ്പോൾ എപ്പോഴും ഇത് മനസ്സിൽ വെക്കാം കേട്ടോ. കീപ് ഗോയിങ്. സ്മിത മാഹിനാണ്, യുവർ വെൽത്ത് മെൻറ്റർ ആൻഡ് ഹീലർ. താങ്ക് യു സോ മച്ച്.